അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നബിയുടെ കാരുണ്യം എന്നതാണ്. ലോകത്തിന്റെ കാരുണ്യമായി അള്ളാഹു അയച്ച പ്രവാചകനാണ് നമ്മുടെ പ്രിയ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലോകങ്ങൾക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ഈ വചനം നബിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് മാത്രമല്ല, കുട്ടികളോടും വയോധികരോടും അനാഥരോടും ദരിദ്രരോടും മൃഗങ്ങളോട് പോലും കരുണ കാണിച്ചിരുന്നു. ആരെങ്കിലും തെറ്റ് ചെയ്താൽ പ്രതികാരം ചെയ്യുന്നതിന് പകരം ക്ഷമിക്കുകയും നല്ല ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നബിയുടെ വഴിയിൽ ദിവസവും മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന ഒരു സ്ത്രീ രോഗിയായപ്പോൾ അവളെ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അത് കണ്ട സ്ത്രീ നബിയുടെ മഹത്തായ സ്വഭാവം മനസ്സിലാക്കി. ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ദോഷത്തിന് പകരം നന്മ ചെയ്യുക എന്നതാണ്. മക്ക വിജയം നേടിയ ദിവസം വർഷങ്ങളോളം ഉപദ്രവിച്ചവരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്തില്ല. പകരം, ഇന്ന് നിങ്ങൾക്ക് യാതൊരു കുറ്റപ്പെടുത്തലുമില്ല, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇതിലും വലിയ കാരുണ്യത്തിന്റെ ഉദാഹരണം വേറെയില്ല. പ്രിയ സുഹൃത്തുക്കളെ, നബിയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. നാം വീട്ടിലും സ്കൂളിലും സമൂഹത്തിലും സ്നേഹത്തോടെയും ക്ഷമയോടെയും കരുണയോടെയും പെരുമാറണം. അനാഥരെ സഹായിക്കണം, ദരിദ്രരെ കൈപിടിച്ചുയർത്തണം, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കുന്നവരാകുന്നത്. അള്ളാഹു നബിയുടെ മഹത്തായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും പകർത്താൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.